ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പിന്നെ ഇന്നത്തെ അടുക്കളപ്പണികളൊക്കെ തുടങ്ങിയോ, കഴിഞ്ഞോ? ഞാനിപ്പോൾ ദാ ഒരു തോരൻ വയ്ക്കാൻ തയ്യാറെടുപ്പിലാണ് കേട്ടോ. മിക്സഡ് തോരനാണ് വെക്കണത്. കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ സ്റ്റൂ വെച്ചപ്പോൾ കോളിഫ്ലവർ വാങ്ങിയിരുന്നു. അതിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വന്നു കഴിഞ്ഞപ്പോൾ അത് മാത്രം തോരൻ വെച്ചാൽ ആർക്കും ഇഷ്ടമല്ല. പിന്നെ തികയില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഒരു മിക്സഡ് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള അരപ്പിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ ജീരകത്തിന് പകരം ഇതിന് മല്ലി ഒന്ന് അരച്ച് ചേർക്കാം കേട്ടോ. ജീരകം ഞാൻ ചേർക്കുന്നില്ല, അതിന് പകരം മല്ലിയാണ്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കുക, കടുക് വറ, മുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മുടെ അരപ്പും ഇട്ട് പിന്നെ നമ്മുടെ ക്യാരറ്റും കോളിഫ്ലവറും ഇട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്യാദിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. വെള്ളം ചേർക്കണ്ട, ആവിയിൽ വെന്തോളും. കോളിഫ്ലവർ ഓൾറെഡി വെന്തതാണ്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊക്കെ ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട, ആവിയിൽ വിടും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കിയപ്പം അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇനി അതൊന്ന് നിരത്തിയിടുക, ഒന്നും കൂടെ ഡ്രൈ ആവട്ടെ. അപ്പോൾ എന്താണ്, നിങ്ങളിങ്ങനെ മിക്സഡ് തോരനൊക്കെ വെക്കാറുണ്ടോ? എന്തൊക്കെയാണ് ചേർത്താണ് വെക്കാറ്? ഞാൻ എന്താ പറയുക, ആഴ്ചയിലൊരിക്കൽ അവിയൽ വെക്കുമ്പോൾ അതിനുള്ള കഷ്ണങ്ങൾ വാങ്ങുമല്ലോ. അപ്പോൾ ഈ പടവലങ്ങ പിന്നെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പടവലങ്ങ തന്നെ തോരൻ വെച്ചാലൊന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ബാക്കി വരുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് ചിലപ്പോൾ ഒക്കെ അങ്ങനെ മിക്സഡ് തോരൻ എല്ലാം കൂടി ഇട്ടിട്ടൊരു മിക്സഡ് തോരൻ വെക്കാറുണ്ട്. പിന്നെ ഞാൻ ബീൻസും ക്യാരറ്റും കൂടെ വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോളിഫ്ലവറിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഇട്ടാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും. പക്ഷേ ഇവിടെ ഗ്രീൻ പീസ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ എന്താണ്, ക്യാബേജും ക്യാരറ്റും അതും എല്ലായിടത്തും തന്നെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ എല്ലായിടത്തും ഉള്ളതാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയോ, കായും പയറും. ഞങ്ങൾ പായും കയറെന്ന് കളിയാക്കി പറയും അല്ലേ. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞാനിത് ഇങ്ങനെ 2 പാത്രത്തിലാക്കി പകർത്തും കേട്ടോ. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ നാളത്തേക്ക്. എല്ലാ കറിയും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഒരു വീട്ടിൽ 2 പേരെ മിക്കവാറും ഇപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളൂ. എല്ലാ വീട്ടിലും അല്ല, മിക്കവാറും വീടുകളിൽ അച്ഛനും അമ്മയും കാരണവരെയും മാത്രമാണ് മിക്കവാറും വീടുകളിലുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ഊണെന്ന് പറയുന്ന ഒരു നേരമായിട്ട് ചുരുങ്ങി. അപ്പോൾ വളരെ കുറച്ച് മതി അളവ്. അപ്പോൾ ഞാനിതാ ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും, ഇന്ന് കഴിക്കും. അതും എന്നിട്ട് ബാക്കി വരും. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ മറ്റൊരു വിഭവമായിട്ട് കാണും വരേക്കും. ബായ്.